ഈ അപേക്ഷ ഉപകാരപ്രദമാക്കി അമ്മ മാറ്റണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ എഴുതിയിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്റെ മകന് ഒരു വർക്ക് കിട്ടിയിരുന്നു. ആ വർക്ക് നല്ല ലാഭം കിട്ടുന്നതിന് വേണ്ടി അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അവൻ ജോലി ചെയ്തു കിട്ടാനുള്ള തുക ഉടൻ തന്നെ അവന് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എന്റെ കൊച്ചുമകന്റെ പഠിത്തത്തിലുള്ള തടസ്സങ്ങളെല്ലാം മാറ്റി തരുന്നതിന് വേണ്ടി അമ്മ അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. മെൽവിൻ ബിജു കൊല്ലം. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മരിയ സഭകളിലെ മാതാവേ, ഈ അപേക്ഷ ഉപകാരപ്രദമാക്കി അമ്മ മാറ്റണമേ. എന്റെ മകൾ ഡെൽഫിൻ മോൾക്ക് എപ്പോഴും പനി വരും. അവളുടെ പനി മാറ്റി നല്ല ഉന്മേഷത്തോടു കൂടി പഠിക്കുവാനും +2 നല്ല മാർക്ക് വാങ്ങുവാനും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എഴുതിയ LDC പരീക്ഷയെ സമർപ്പിക്കുന്നു. റിസൾട്ട് വരുമ്പോൾ മെയിൻ ലിസ്റ്റിൽ ആദ്യം തന്നെ വരുവാനും എനിക്ക് എത്രയും വേഗം ഒരു ജോലി കിട്ടുവാനും എല്ലാ ദൈവമക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഗിരിജ കുണ്ടറ. മരീസ്വലിലെ അമ്മയെ, എന്റെ തുടഭാഗത്തായിട്ട് ഒരു മുഴ വന്നിരുന്നു. ആ മുഴ എടുത്തു മാറ്റി തരണമേ എന്ന് അമ്മ ദൈവകുമാരനോട് പ്രാർത്ഥിക്കണമേ. പിന്നെ എന്റെ ഭർത്താവ് മദ്യപാനം, ചുറ്റുകളി, ഇവ ദുശ്ശീലങ്ങളെല്ലാം ഉണ്ട്. ഇവരിൽ നിന്നും എല്ലാം വിടുതൽ നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. സ്ഥിരം ജോലിക്ക് പോകുന്ന ജോലി ചെയ്യുവാൻ അവന് കൃപയുണ്ടാകണമേ എന്നും അമ്മയുടെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുവാറ്റ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മരീസവന്റെ അമ്മേ, എന്റെ കയ്യിലെ ചൊറിച്ചിലും പാടുകളും മാറ്റി കിട്ടുന്നതിന് അമ്മ തിരുകുമാരനോട് മധ്യസ്ഥം അപേക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. മരിയ സരസ്വതി കരുവാറ്റ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മരിയ സഭയിലെ അമ്മയെ, അമ്മയുടെ വിമല ഹൃദയത്തിൽ എന്റെ ഈ അപേക്ഷ സമർപ്പിക്കുന്നു. ഇത് അമ്മ ഉപകാരപ്രദമാക്കി മാറ്റി അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മകൻ ബൈജു ഇപ്പോൾ പഞ്ചാബിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ നിന്നും ഭാര്യയെയും കുഞ്ഞിനെയും കൊണ്ടുപോകാൻ 10 ദിവസത്തേക്ക് ലീവിന് വന്നിരുന്നു. ഈ മാസം 10-ാം തീയതി അവരെ കൊണ്ടുപോയി. അവിടെ ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. കുഞ്ഞിന് പനിയും ചുമയും ആയിരുന്നു. ഹോമിയോ മരുന്നുകൊണ്ട് പോയിട്ടുണ്ട്. ഈ മക്കളെ പരിശുദ്ധാത്മാവാൽ നിറച്ച് കാലാവസ്ഥ അതിജീവിക്കുവാനുള്ള ശക്തിയും ബലവും കൊടുക്കണമേ. എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പരിസരത്തിലെ എല്ലാ ദൈവമക്കളും ഇവർ വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എന്റെ കൊച്ചുമകൾ അമൃതയ്ക്ക് പനിയും എന്നും കാലിന് വേദനയുമാണ്. മകളെ കർത്താവിന്റെ രക്തത്താൽ കഴുകി സൗഖ്യപ്പെടുത്തണമേ. ആ മകളെ പഠിക്കുവാൻ പോകുന്ന എല്ലാ കുഞ്ഞുമക്കളെയും പരിശുദ്ധാത്മാവാൽ നിറച്ച് ബുദ്ധി ശക്തി കൊടുത്ത് അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയും അമ്മ തിരുകുമാരനോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ചെറിയാൻ കരുവാറ്റ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മരീസ്വല്ലമ്മേ, എന്റെ ഈ അപേക്ഷ എല്ലാം ഉപകാരപ്രദമാക്കി മാറ്റണമേ അമ്മയുടെ വിഗ്രഹത്തെ മധ്യത്തിൽ സമർപ്പിക്കുന്നു. എന്റെ മകൻ സുനിൽ ആക്സിഡന്റായി ഉണ്ടായ ഓർമ്മക്കുറവ്, ശരീരവേദന ഒക്കെ എന്റെ അമ്മ തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് യാചിക്കുന്നു. ഓർമ്മശക്തി ഒന്നും ഓർത്തെടുത്ത് പറയാൻ സാധിക്കുന്നില്ല. ശരീരത്തിൽ അസഖ്യമായ വേദന, തനിയെ എഴുന്നേൽക്കാനോ നടക്കാനോ സാധിക്കുന്നില്ല. ശരീരത്തിന് ബാലൻസ് കിട്ടുന്നില്ല. എപ്പോഴും
ചെവിയിലെ വേദന നിൽക്കുമ്പോഴും നടക്കുമ്പോഴും അസഹ്യമായ വേദന, രണ്ടുപേർ പിടിച്ച് നടത്തിയാലും ബാലൻസ് നിൽക്കുന്നില്ല. എല്ലാ അസ്വസ്ഥതകളും എന്റെ പരിശുദ്ധ അമ്മയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. അത് ഈ അപേക്ഷ കൈക്കൊണ്ട് എന്റെ മകൻ സൗഖ്യപ്പെടുത്തണമേ എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. എല്ലാ ദൈവമക്കളും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നും യാചിക്കുന്നു. നമുക്ക് ഈ മക്കളെ പൂർണ്ണമായ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് കൊടുക്കാം. മക്കളുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാ ദൈവമഹത്വത്തിനു വേണ്ടി ആയിരിക്കുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് സമർപ്പിക്കാം. അമ്മയുടെ വിമല ഹൃദയം മധ്യസ്ഥയിൽ സമർപ്പിച്ച ആരെയും അമ്മ നിരാശരാക്കിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ മക്കളെ എല്ലാവരെയും സമർപ്പിക്കാം. ഇവരുടെ അപേക്ഷിച്ച അപേക്ഷകളും നിരവധിയായ ഇവരുടെ മറ്റ് ആവശ്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ കനിഞ്ഞ് അനുഗ്രഹിച്ച് തിരുക്കുമാരിൽ നിന്നും വാങ്ങിക്കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം.